എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് ഷോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അതായത് ഈയിടയ്ക്ക് നമ്മൾ കേൾക്കേണ്ടി വന്ന ഈ ഹോസ്പിറ്റൽ രോഗികൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തു. ഇതൊരു മൂന്നാമത്തെ വീഡിയോ ആണ്. എന്തായിരുന്നാലും ഈ വീഡിയോയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുക, ആരുടെയും അവരെ അവരെ തരം താഴ്ത്തി സംസാരിക്കണം ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇതുള്ളി നമ്മൾ ഈ ഇപ്പോഴുള്ള സംവിധാനത്തെ എങ്ങനെ കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ ചില വസ്തുതകൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അതിശേഷിക്കുന്നൊരു ഭാഗം കൂടി ഞാൻ ഈ വീഡിയോയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പ്രധാനമായി ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു രോഗി ഹോസ്പിറ്റലിൽ കടന്നെത്തി, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ ടെസ്റ്റ് ചെയ്യണം, പല രീതിയിലുള്ള ടെസ്റ്റ് ചെയ്യണം. അതായത് സ്കാനിങ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ സോ മെനി ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റെല്ലാം ഒരു സ്ഥലത്തല്ല, അത് പല ഭാഗത്താണ്. അത് വളരെ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എത്ര പേർ ക്യൂ നിൽക്കുന്നത്, എന്താണ് ഇതൊന്നും ഇവർക്ക് അറിയില്ല. അവിടെ ചെന്ന് ഒരുപക്ഷെ നീണ്ട ഒരു കാത്തിരിപ്പായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലായിരിക്കും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഇത് മുൻകൂട്ടി അറിയാനുള്ള ഒരു സംവിധാനം നാം ചെയ്യേണ്ടതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിന് നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രോഗി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അവരുടെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം, ഏത് സമയത്ത് പോകണം, എപ്പോഴാണ് അവൈലബിലിറ്റി ഉള്ളത്, എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഈ അക്ഷയ മൂലമുള്ള ഒരു മെഡിക്കൽ ബോർഡുകാർ ഡെവലപ്പ് ചെയ്യുന്ന സൈറ്റിൽ കൂടി അവർക്ക് കണ്ടെത്താം. അതായത് സെയിം ലൈക്ക് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന പോലെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. ഇനി ഈ ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് ഒരു ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടോ, ഇല്ലെങ്കിൽ അവർ വടക്കേ അറ്റത്ത് നിന്ന് ആൾക്കാർ 2 പേരും 3 പേരായിട്ട് കയറി വരിക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരു പരിധി വരെ രോഗികൾ തനിച്ചിവിടെ എത്തിയാൽ തന്നെ അവരെ കണ്ടെത്തി അവരെ റിസീവ് ചെയ്യാനും അവർക്ക് വേണ്ടി എല്ലാ ഗൈഡൻസ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തുള്ള പല സന്നദ്ധ സംഘടനകളുണ്ടാകും. അവരിൽ കുറച്ച് ഒരു എനർജറ്റിക്കായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരെ ഈ സേവനത്തിനായിട്ട് ഉപയോഗിക്കാം. അവർ അതിന് പാരിതോഷികമൊന്നും വാങ്ങില്ല, ഒരു ഫ്രീ ആയിട്ടുള്ളതാണ് സംഘടനകൾ ചെയ്യുന്നതാണ്. അത് രാഷ്ട്രീയക്കാരായാലും കുഴപ്പമില്ല. ഇവർക്കാകെ വേണ്ടത് ഒരു ദിവസമോ 2 ദിവസമുള്ള ചെറിയൊരു സ്റ്റഡി ക്ലാസ്, ഏത് രീതിയിൽ എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ഹോസ്പിറ്റലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഇവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഏത് സമയത്തും രോഗികളുടെ അടുക്കലേക്ക് എത്താൻ ഉള്ളൊരു സൗകര്യമായിരിക്കും. അതുപോലെ ഇവരും ഈ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങളും ഹോസ്പിറ്റൽ സെക്യൂരിറ്റിയും നല്ല കോർഡിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും, ഒത്തിരി സമാധാനമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്ത് നിന്ന് ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ശ്രീചിത്രയിൽ വരുന്നെങ്കിൽ ഇവിടെ വന്നൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ആപ്പിൽ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് വന്നാൽ മതി. അതിനോടൊപ്പം തന്നെ അവർക്കൊരു സന്നദ്ധ സേനയിലെ ഒരു ഗൈഡ് ആവശ്യമുണ്ടെങ്കിൽ അതും അവർക്ക് ആപ്ലിക്കേഷനിൽ കാണിക്കാം. അപ്പോൾ ആ സന്നദ്ധ സേനയുടെ ഫോൺ നമ്പർ അതെല്ലാം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനം ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണകരമായിരിക്കും. ഹോസ്പിറ്റലിനും നമ്മുടെ വരുന്ന രോഗികൾക്കും ഡോക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും ഒക്കെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതൊക്കെ മുൻകാലങ്ങളിൽ ചെയ്യേണ്ടതായിരിക്കും. കാരണം ചെയ്യാൻ വയ്യാത്തതിൻ്റെ ഒരുപാട് പ്രത്യേക കാരണങ്ങൾ. ഒരു ഡൂക്കി നേതാവ് അവസാനം ഇരിക്കുന്ന ഇടം എന്ന് വെച്ചാൽ അവരുടെ സ്വപ്നത്തിൽ കാണിക്കാത്ത രീതിയിൽ, സ്വപ്നം പോലും വിശ്വസിക്കാത്ത രീതിയിൽ അവരെ ഡയറക്ടർ കാര്യം ബേസിക്കായിട്ട് ഇവർക്കൊരു ക്വാളിഫിക്കേഷനിൽ ഇവർക്ക് ആകെ ഉള്ളൊരു ക്വാളിഫിക്കേഷൻ കൊടുപിടിച്ച് സമരം ചെയ്തുള്ള ഒരു ക്വാളിഫിക്കേഷൻ. അങ്ങനെ
വന്ന നേതാക്കന്മാർ നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അവരിൽ നിന്നൊക്കെ പിന്നെ ഇപ്പം ഈ നടക്കുന്ന രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ. ഇനി അതിനെ പറ്റി നമ്മളിപ്പോൾ ഒന്നും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. സോ ദയവ് ചെയ്ത് പ്രധാനമായിട്ട് ഈ ആരോഗ്യരംഗത്ത് ഉള്ളവർ ശ്രദ്ധിച്ച് ഇതിനുള്ളൊരു ആപ്ലിക്കേഷൻ ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ എളുപ്പം ഈ IT മന്ത്രി, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. നമ്മുടെ ഒരുപാട് ബോഡികൾ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ചെയ്യുന്ന കാര്യശേഷിയുള്ള ഒത്തിരി ആൾക്കാർ കമ്പ്യൂട്ടർ യുഗത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരുടെ സേവനം ഇഷ്ടപ്പെട്ട കഷ്ടിച്ച് 1 മാസം 2 മാസം കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ബഹുമാനപ്പെട്ട പൊതുജനങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു റിക്വസ്റ്റ്, എൻ്റെ ഈ ഒരു പ്രപ്പോസൽ ഏതെങ്കിലും ആൾക്കാർ ഈ മന്ത്രിതലങ്ങളുമായിട്ട് നല്ല പിടിയുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് എത്തിച്ചാലും അത് പാവം പിടിച്ചവർക്കുള്ളൊരു ഗുണകരമായുള്ള കാര്യമായിരിക്കും. നമുക്കിതിൽ വേറൊരു വലിയൊരു തമാശ, നാം അറിയുന്ന സാധാരണയായിട്ടുള്ള ഒരു ചില ആൾക്കാർ വളരെ എന്താ പറയുക, ഈ പോളിസി ഉള്ള ആൾക്കാരുണ്ടാകും, മറ്റാളുടെ കൈക്കൂലിയൊന്നുമില്ലാതെ. ഇവരിൽ ഒരു ചിലർ ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാർ പോയിട്ട് മന്ത്രിതലങ്ങളിലും രാഷ്ട്രീയക്കാരിലും എല്ലാത്തിലും പിടിപാടുള്ളവരായിരിക്കും. പക്ഷെ അവരെ പബ്ലിക് അറിയില്ല. ഇങ്ങനെ ഉള്ളവരിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രധാനമായി ഇത് വരുന്നത് ആരോഗ്യമാണ്. ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. നിർധനരായ ആൾക്കാർക്കുള്ളൊരു അത്താണിയാണ്. ഇപ്പോൾ പലരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ പ്രഗത്ഭരായ ഡോക്ടേഴ്സുണ്ട്. അവരുടെ സേവനം അർഹിക്കുന്നവരിൽ എത്താൻ വയ്യാത്ത ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കാരണക്കാർ ഇടയ്ക്കുള്ള അതിൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റ് ഇതൊക്കെ കാരണമാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിന് എല്ലാ സേവനത്തിനും അവർ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ അതിനുള്ളൊരു സപ്പോർട്ട് നാം ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ പബ്ലിക്കും ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാവരും ചേർന്ന് ഒന്ന് കോർഡിനേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെ വേഗം തന്നെ ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റും. നമ്മളൊരു അക്ഷയ സെൻറ്ററിൽ കടന്നെത്തിയാൽ നമ്മൾ ഏത് ഹോസ്പിറ്റൽ എവിടത്തേക്കാന്നുള്ള വിവരങ്ങൾ അതിൽ കൂടെ ഒരു ഞൊടിയിടുകൊണ്ട് അറിയാൻ പറ്റും. അതനുസരിച്ച് ഓരോ പ്രോഗ്രാമും എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു തുടക്കം കുറിക്കാനുള്ള ഒരു ആർജവം നമ്മുടെ മുഖ്യമന്ത്രിക്കും ഈ ആരോഗ്യമന്ത്രിക്കും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർക്കെല്ലാം ഉണ്ടാക്കട്ടെ. അവർക്ക് അങ്ങനൊരു ബുദ്ധി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഇങ്ങനെയുള്ള സങ്കടകരമായ വാർത്തകൾ നമുക്ക് വായിക്കാതെ വരട്ടെ. നല്ല ഡോക്ടേഴ്സിന് അവർക്ക് വീണ്ടും നല്ല സർവീസ്, നല്ല ട്രീറ്റ്മെൻറ്റ് പാവം പിടിച്ച ജനങ്ങൾക്കും അല്ലാത്തവർക്കും അവരെ കാണാൻ വരുന്നവർക്കും ലഭ്യമാകട്ടെ. അതിലൂടെ ആ ഡോക്ടേഴ്സിന് കിട്ടുന്ന ആ മാനസിക സ്വസ്ഥയും രോഗികൾക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ ഇതിൻ്റെ കണ്ടൻറ്റ്സ് ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. എത്തിക്കേണ്ടവരിൽ എത്തിക്കാൻ സാധിച്ചില്ല അതും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. വീണ്ടും ഞാൻ ഈ ഹോസ്പിറ്റലുമായുള്ള ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് എനിക്കുണ്ടാകുന്ന തോന്നലുകൾ, എൻ്റെ സുഹൃത്തുക്കളുണ്ടാകുന്ന തോന്നലുകൾ വീഡിയോയിൽ കൂടി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിന് വേണ്ട ഒരു പ്രചോദനം നിങ്ങളിൽ നിന്നും ഞങ്ങൾക്കും കിട്ടണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.